പണ്ട് ക്രിസ്റ്റഫർ റിച്ചൻസിനോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ 63 വയസ്സാണ്, 64 വയസ്സ് 61 വയസ്സ്, നല്ല പ്രഭാഷകനാണ്, നിങ്ങളൊരു എയ്ത്തീസ്റ്റാണ്, നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോഴും പ്രഭാഷണം നടത്തി ജീവിക്കുന്നു, ഭയങ്കര പുസ്തകങ്ങളൊക്കെ എഴുതി ജീവിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നു, വൈ മീ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നു നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ട് ആകാശമാവനെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിച്ചൻസ് പറഞ്ഞൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, വൈ മീ എന്ന് ചോദിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജീവകോശം വിഭജിച്ച് തുടങ്ങിയപ്പോൾ ക്യാൻസറിനുള്ള സാധ്യത തുടങ്ങി. ഈജിപ്ഷ്യൻ മമ്മിയിൽ വരെ ക്യാൻസറിൻ്റെ മസ്കുലറായിട്ടുള്ള സ്കെലിറ്റലായിട്ടുള്ള ഫോസിൽസ് നമുക്ക് ലഭ്യമാണ്. എല്ലാ ജീവികളിലും ക്യാൻസർ സംഭവിക്കുന്നു, ചില സമയം കൂടിയിരിക്കാം, ചില സമയം കുറഞ്ഞിരിക്കാം. വളരെ അപൂർവം വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള എല്ലാ ജീവികളിലും അതുള്ള സാധനം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ക്യാൻസർ ഇപ്പോൾ ഉണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ക്യാൻസർ ഇനി ഉണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നു വൈ മീ എന്ന്. ഞാൻ ചോദിക്കുകയാണ്, വൈ നോട്ട് മീ? ഇപ്പം എനിക്ക് വന്നു, എന്താ എനിക്ക് വന്നൂടെ? എനിക്കെന്താ കൊമ്പുണ്ടോ? കോടിക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, കോടിക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന സാധനം, കോടിക്കണക്കിന് ആളുകളെ കൊല്ലാൻ പോകുന്ന ഒരു സാധനം എന്തുകൊണ്ട് എനിക്ക് വന്നു എന്ന് ചോദിക്കാൻ ഞാൻ എന്ത് ഊളയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങളെന്താ സ്പെഷ്യലാണ്? അല്ല, അത് പറഞ്ഞതാണ് എന്തുകൊണ്ട് എനിക്ക് എന്ന് ചിന്തിക്കുക, എന്നിട്ട് കുറേ പൊട്ടക്കഥകളിൽ അഭിരമിക്കുക, പിന്നെ കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക, ഇതാണ് ഉദ്ദേശിച്ചത്.